ഒരുപാട് ധൈര്യം നിന്റെ ഉമ്മാക്ക് നിന്റെ ബാപ്പ കൊടുത്തു, ബന്ധുക്കളൊക്കെ ദുആ ചെയ്തു, അവസാനം തിയേറ്ററിലേക്ക് കടത്തിവിട്ടു. പ്രസവത്തിന്റെ നൊമ്പരം നിന്റെ ഉമ്മ അനുഭവിക്കാൻ തുടങ്ങി. ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് നീ ജന്മമെടുക്കാൻ തുടങ്ങി. അല്ലാ, നിന്റെ ഉമ്മ ഭയന്നുകൊണ്ട് അലറി പൊട്ടാൻ തുടങ്ങി. ഞാൻ മരിക്കുമോ അല്ലാ, ഞാൻ മരിച്ചു പോകുമോ അല്ലാ, ഇതെന്തൊരു വേദനയാണല്ലോ, ഇതെന്തൊരു നൊമ്പരമാണല്ലോ. നിന്റെ ഉമ്മ മരണത്തെ മുഖാമുഖം കണ്ട വേദന, അവരെ ഞരമ്പുകൾ ഒന്നാകെ കേവലം ചരട് പൊട്ടിത്തെറിക്കുന്ന ലാഘവത്തോടെ പൊട്ടിച്ചിതറിപ്പോയ വേദന, തൊണ്ടയിൽ നിന്ന് രക്തം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള അലറിക്കരച്ചൽ. ആ വേദന തിന്നാ ഒരു പുരുഷന് കഴിയൂല സഹോദരാ. അതുകൊണ്ടാണ് അല്ലാഹു ആണുങ്ങൾക്ക് ഗർഭപാത്രമാകുന്ന അനുഗ്രഹം തരാത്തത്. അവരനുഭവിച്ച വേദന തിന്നാ നമ്മളെ പറ്റൂല. അങ്ങനെ വേദന കടിച്ചു തിന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ കടന്നു വന്ന ഭാര്യയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ആ ഉമ്മ ഇന്ന് നിനക്ക് നന്ദിയില്ലാത്തവളായി മാറിയോ പൊന്നുമോനെ? ഇന്ന് അടുക്കളയുടെ പുകമറയത്ത് കരയേണ്ട ജന്മമാക്കി നീ തഴഞ്ഞോ പൊന്നുമോനെ? അല്ലാ അല്ലാ, ഈ പാവച്ചുമണി എവിടെ കൊണ്ടുപോയി കുടിച്ചു മൂടും പൊന്നു സഹോദരാ. എന്റെ പൊന്നുമോളെ, ഉമ്മാനെ കണ്ട കാലം മറന്നോ പൊന്നുമോളെ? ഗർഭപാത്രത്തിന്റെ വിലയറിയുന്ന പെങ്ങളെ, മക്കളോടുള്ള സ്നേഹത്തിന്റെ വിലയറിയുന്ന പൊന്നുമോളെ, ഉമ്മാനെ അവഗണിക്കല്ലേ മോളെ. എന്ത് കിട്ടിയാലും പൊന്നുമാകെ പകരം വരില്ല സഹോദരാ. അല്ലാ അല്ലാ, തീർന്നില്ല പ്രിയപ്പെട്ടവരെ. വകം ഗസലത് അൻകൽ അദാബി യമീനിഹാ വമാ ഹിജ്റുഹാ ഇല്ലാ ലദൈക സരീറു. മുമ്പിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പും എന്റെ 60 വയസ്സ് കഴിഞ്ഞ് 70ഓളം പ്രായമുള്ള എന്റെ പാവപ്പെട്ട ഉമ്മ അബൂ റബീന്റെ മുമ്പിലെത്തിക്കൊണ്ട് എന്റെ തൊപ്പി മാറ്റുന്നു. മഗ്രിബിന് ശേഷം എന്റെ നിർഗന്ധലയിലേക്ക് പിടിക്കുന്നു. എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി ഊതി തരുന്നു. എന്റെ പൊന്നുമോനെ വിജയിപ്പിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ പോലും നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മന്ത്രിച്ചു കൊണ്ടുവിട്ട എന്റെ ഉമ്മ ഒരിക്കലും അബൂ റബീന്റെ ഭാര്യയോളം ചെറുതല്ല, ഒരിക്കലും അബൂ റബീന്റെ മക്കളോളം ചെറുതല്ല. ആ സ്നേഹം എനിക്കെന്ന് നഷ്ടപ്പെടുമോ, ആയുസ് എന്നെനിക്ക് തീരുമോ, അന്ന് ജീവിതത്തിൽ ഒറ്റത്തടിയുടെ ഉത്തരവാദത്തിന്റെ ഭാരം ഞാൻ പേറിയേ പറ്റൂ. അതാണ് എന്റെ ഉമ്മയെന്ന എന്റെ 42 വർഷത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ. ഇത് അബൂ റബീന്റെ ഉമ്മാടെ മാത്രം പ്രത്യേകതയല്ല. ഇവിടെ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞ് പാതിരാത്രിയോളം അടുത്താൽ രോഗിയായി ടാബ്ലറ്റ് കിടിച്ചു കഴിയുന്ന എന്റെ ഉമ്മ ഉറങ്ങൂല. അവിടെ കിടന്നുകൊണ്ട് സ്വന്തം മകന്റെ വാഹനം വരുന്ന ശബ്ദം കേൾക്കാൻ കൊതിച്ചിരിക്കും. എന്നിട്ടും സമയം താമസിച്ച ഫോൺ എടുത്തുകൊണ്ട് വിളിക്കും, മോനെ എവിടെ എത്തി? ഒരൽപ്പം ദേഷ്യത്തോടെ പറയും, സമയം എത്രയായി, എത്താനായില്ലേ? അപ്പോഴും എന്റെ ഭാര്യ തൊട്ടപ്പുറത്തുറങ്ങുകയാണ്, കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇല്ല സഹോദരാ, ഇത് അബൂ റബീന്റെ മാത്രം അനുഭവമല്ല. നമ്മൾ അറിയാതെ പോയി നമ്മുടെ പാവപ്പെട്ട ഉമ്മയാകുന്ന മഹിതമായ അമൃതിനെ, ആ സ്നേഹം പരമാവധി അനുഭവിക്ക സഹോദരാ. വകം ഗസലത് അൻകൽ അദാബി യമീനിഹാ വമാ ഹിജ്റുഹാ ഇല്ലാ ലദൈക സരീറു. നല്ല വൃത്തിയുള്ളവളായിരുന്നു നിന്റെ ഉമ്മ, നല്ല ശുദ്ധിയുള്ളവളായിരുന്നു നിന്റെ ഉമ്മ. ആ ഉമ്മാടെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലെങ്ങാനും ഒരു വിയർപ്പിന്റെ ഗന്ധം വന്നാൽ അവരുടനെ വസ്ത്രം മാറ്റുന്നു, അവര് വേറെ വസ്ത്രം ധരിക്കുന്നു, അവരെ ശരീരത്തെ ഒന്നുകൂടി കുളിപ്പിച്ച് ഫ്രഷാക്കുന്നു. പക്ഷേ നീ ജനിച്ചതോടുകൂടി അവരുടെ ശുദ്ധികളൊക്കെ മറന്നു, അവരെ വൃത്തികളൊക്കെ മറന്നു. എത്ര തവണയാടാ അവരെ മാർബിടത്തിലൂടെ നീ
മൂത്രമൊഴിച്ചു കൊടുത്തത്? എത്ര തവണയാടാ അവരെ മടിത്തട്ടിൽ നീ വിസർജിച്ചു കൊടുത്തത്? എന്നിട്ടോ നിന്റെ മലമൂത്ര വിസർജ്യ ഭാഗങ്ങളെ അവരെ നഗ്നമായി ഭക്ഷണം കഴിക്കുന്ന വലത് കൈത്തലം കൊണ്ട് എത്ര തവണയാടാ നിനക്ക് കഴുകി തന്നത്? ആ ഉമ്മ ഇന്ന് നീ മരിക്കാൻ കൊതിക്കുന്ന ഭാരമോ? ആ ഉമ്മാരെ ഇന്ന് നോക്കാൻ നിനക്ക് ഭാരമോ? ആ ഉമ്മ ഇന്ന് നിനക്ക് നിന്റെ ജീവിതത്തിന്റെ ബാധ്യതയോ? അല്ലാ അല്ലാ, കാലം നിനക്ക് മാപ്പ് തരില്ല സഹോദരാ, കാലം നിനക്ക് മാപ്പ് തരില്ല മോളെ. അല്ലാ വതഫദീക മിമ്മാ തസ്തകീഹി ബിനഫ്സിഹാ വമിൻ ഫദീഹാ ഇല്ലാ ലദൈക നമീറൂ. എന്റെ യുവാവേ, രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നീ നിൽക്കാറുണ്ട്. എന്നിട്ട് നിന്റെ വയർ നോക്കിയിട്ട് സിക്സ് പാക്കിന്റെ എണ്ണം നീ നോക്കാറുണ്ട്. നിന്റെ നെഞ്ചിന്റെ അളവ് നീ പിടിക്കാറുണ്ട്. നിന്റെ മസിലിന്റെ ഇഞ്ച് നീ അളക്കാറുണ്ട്. നിന്റെ മുഖത്തെ സൗന്ദര്യം നീ നോക്കാറുണ്ട്. ചോദിക്കട്ടെ സഹോദരാ, ഈ സൗന്ദര്യത്തിന്റെ ബേസ് ഏതെന്നറിയുമോ? ഇതിന്റെ ഊർജം ഏതെന്നറിയുമോ? എവിടെ നിന്നാണ് ഈ വലിയ ആനുകൂല്യം നിനക്ക് കിട്ടിയതെന്നറിയുമോ? നിന്റെ ഉമ്മാടെ മാർവിടത്തിൽ നിന്ന് നീ കുടിച്ച പാലുകൊണ്ടാ. ഉമ്മാടെ ഊർജം മുഴുവനും നീ കുടിച്ചെടുത്തതാ. അതുകൊണ്ടാണ് ആ ഉമ്മ നിനക്ക് പാല് തരുന്ന നേരത്ത് ഉമ്മ ക്ഷീണിച്ചു പോയത്, ഉമ്മാരെ കവിള് ചൊട്ടിപ്പോയത്, ഉമ്മാടെ കണ്ണ് കുടിഞ്ഞു പോയത്. ബന്ധുക്കൾ പോലും വന്നിട്ട് ചോദിച്ചു, പെണ്ണേ, ഇവിടെ നിനക്ക് നല്ല ഭക്ഷണമുണ്ട്, ഇവിടെ നിനക്ക് സമാധാനമുണ്ട്, പക്ഷേ നിന്റെ കോലം എന്തോ കിളവികളെ പോലെ, എന്തേ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ഒരു ഉത്തരം പറയാതെ ഒക്കത്തിരിക്കുന്ന നിന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തേ നിന്റെ ഉമ്മ, അവർക്കറിയാമായിരുന്നു നീ കുടിക്കുന്ന പാല് കാരണമാണ് നിന്റെ ഉമ്മാടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതെന്ന്. എന്നിട്ടും എല്ലാം നിനക്ക് വേണ്ടി സഹിച്ചിട്ട് അതിന്റെ പേരിൽ ഒരു ഇറക്ക് പാല് പോലും നിനക്ക് തടഞ്ഞിട്ടില്ല നിന്റെ ഉമ്മ. അങ്ങനത്തെ ഉമ്മാനെ വിട്ടിട്ട് വേറെ ഒന്നും പകരമാകില്ല സഹോദരാ. ഫദൂനക ഫർഗബ് ഫീ അമീമി ദുആഇഹാ വഅൻത ലിമാ തദ്ഉ ഇലൈഹി ഫഖീറു. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ബാപ്പമാർക്കും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. പരമാവധി അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ മണ്ണറകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ച് അല്ലാഹു വെളിച്ചമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉമ്മ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ആരെ ദുആ പോലെ ഇരിക്കുന്ന പഠിപ്പിച്ചത്? അമ്പിയാക്കൾ ദുആ ചെയ്യുന്നത് പോലെ, മൂസാ നബി ദുആ ചെയ്യുന്നത് പോലെ, ഈസാ നബി ദുആ ചെയ്യുന്നത് പോലെ. ഇത് തിരുഹദീസാണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ബനൂ ഇസ്രായേലിയരുടെ പ്രവാചകന്മാര് ദുആ ചെയ്യുന്നത് പോലെ ഇരിക്കും ഉമ്മയും ബാപ്പയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത. മക്കൾക്ക് വേണ്ടി. അതെന്റെ ഉമ്മാക്ക് വിവരമില്ല സാധേ, എന്റെ ഉമ്മ അങ്ങനെ പഠിച്ചിട്ടില്ല, അതൊന്നും നോക്കണ്ട, അവരെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നിന്റെ ഉമ്മയാണ്, നിന്റെ ബാപ്പയാണ്. ഒരൊറ്റ ഹൈസിയത്തിലൂടെ അള്ളാഹു അവരെ ദുആ പരിഗണിക്കണേ. എങ്ങനെയാണെന്നറിയോ? പ്രവാചകന്മാരുടെ പ്രാർത്ഥന പോലെ. ഇനി അതിന്റെ മറു സൈഡ് ചിന്തിക്ക്. അവര് നീ കാരണം എന്റെ സഹോദരങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല, പക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയേ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. പറയുമ്പോ സദസ്സിനോടല്ലാതെ പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതേപോലെ തന്നെ നമ്മളെ മാതാക്കളെ നമ്മൾ കരയിച്ചാൽ, അവരെ നമ്മൾ വേദനിപ്പിച്ചാൽ, അവരെ നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ, അവരെ നമ്മൾ തടഞ്ഞാൽ, അവരെ നമ്മൾ തള്ളിയാൽ, പ്രവാചകന്മാരെ തള്ളിയതുപോലെ, അവരെ തഴഞ്ഞതുപോലെ, അവരോട് ശത്രുവായി കണ്ടതുപോലെ അല്ല വിടോ എന്റെ പ്രിയപ്പെട്ട സഹോദര. അത്ര വലിയ ബന്ധമാണ് ഈ ബന്ധം, ചെറിയ ബന്ധമല്ല. ഉമ്മാടെ പ്രാർത്ഥന മതി വിജയിക്കാൻ, വേറൊന്നും വേണ്ട. എന്റെ ഉസ്താദേ, പരാജയമാണ്, എന്തൊക്കെ ചെയ്തിട്ടും പരാജയം. പരാജയമാണോ? പരാജയത്തിൽ നിന്ന് പരിഹാരം കിട്ടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, നിന്റെ ഉമ്മാടെ മുമ്പിലെത്ത്, എന്നിട്ട് പരമാവധി നിന്റെ ഉമ്മാനെ സന്തോഷിപ്പിച്ചോ. അതല്ല, എവിടെ തൊട്ടിട്ടും പരാജയമാണെങ്കിൽ നീ ഉറപ്പിച്ചോ സഹോദര, നിന്റെ ഉമ്മയോട് എവിടെയൊക്കെയോ ഒരു വേദന കെട്ടിക്കിടക്കുന്നുണ്ട്, ചെന്നിട്ട് പൊരുത്തമായിക്ക്, എന്നിട്ട് പരമാവധി സന്തോഷിപ്പിക്കുക. ആ സന്തോഷം അങ്ങ് നിർഗന്ധലയിൽ കയറിയിട്ട് നിനക്ക് വേണ്ടി കരയും നിന്റെ ഉമ്മ. അത് ആരും പറഞ്ഞു കൊടുക്കണ്ട, അത് ഉമ്മ അങ്ങനെ ആ കരഞ്ഞുകൊണ്ട് നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി, പടച്ചോനെ എന്റെ പൊന്നുമോൻ എവിടെയാണെങ്കിലും തകർക്കരുതേ റബ്ബേ എന്ന് നിനക്ക് വേണ്ടി ഗദ്ഗതത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ തുടങ്ങും നിന്റെ വിജയം.
അവിടെ തുടങ്ങും നിന്റെ വിജയം. അതല്ലാതെ ബാക്കി എന്തൊക്കെ നിനക്കുണ്ടെങ്കിലും നിന്റെ ഉമ്മ നിനക്കെതിരാ എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഉമ്മാനെ എതിരാക്കി അങ്ങനെ വരൂ. അതല്ലെങ്കിൽ നിന്റെ ബാപ്പ നിന്റെ ശത്രുവായി നീ നിന്റെ ബാപ്പാനെ അകറ്റിയെങ്കിൽ എന്റെ പൊന്നു സഹോദര വിജയം നീ കൊതിക്കണ്ട, എത്തൂല. അതുകൊണ്ട് പരമാവധി അതിനേക്കാളും വലിയ സംഭവം കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ? അള്ളാടെ ശാപം പെട്ടെന്ന് കിട്ടാനുള്ള മാർഗ്ഗം ഏതാ? ഉമ്മനെ കരയിപ്പിക്കാനാണ്. അള്ളാടെ ശാപം താങ്ങോ നമ്മൾ? അബൂലഹബിനെ അള്ളാഹ് ശപിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ശപിച്ചിട്ട് അവസാനം എന്തുണ്ടായി? 10 കൊല്ലം ഒരാള് തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത വിധം തത്വത്തിൽ അവൻ അനുഭവിച്ചു. അവന്റെ ശരീരത്തിൽ നിന്ന് വ്രണം പൊട്ടി. അവസാനം അവനെ തലയ്ക്ക് മുകളിൽ കൊണ്ടു നടന്ന ആയിരങ്ങൾ അവനെ തഴഞ്ഞു. അവനെ അവസാനം ജീവനോടെ കുടിച്ചുമൂടാൻ അവർ തീരുമാനിച്ചു. നാട്ടുകാർ വെറുത്തു, ബന്ധുക്കാർ വെറുത്തു. അവസാനം കുടിച്ചുമൂടാനും സന്നദ്ധരായില്ല. അവസാനം ജലത്തിന്റെ ഉള്ളറയിൽ സമുദ്രത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. അതും എറിയാൻ പറ്റൂല എന്ന് പറഞ്ഞു. മാരക രോഗം ബാധിച്ചിട്ട് ഈ രോഗം മത്സ്യത്തിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന ഭയം. ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾ തിന്നുകൊണ്ട് അതിന്റെ ആ മൃഗങ്ങളെ പിന്നീട് ഇറച്ചിയാക്കി മനുഷ്യൻ കഴിക്കുമ്പോൾ രോഗം തിരിച്ചു വരുമെന്ന് ഭയന്നിട്ട് അവസാനം സമുദ്രത്തിൽ പോലും വലിച്ചെറിയാത്ത വിധം മലമടക്കിന്റെ നടുത്തളത്തിലേക്ക് ഈന്തപ്പന ഓലകളിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്തിന്റെ പേരിൽ? അള്ളാഹ് ശപിച്ചതിന്റെ പേരിൽ. ആ ശാപം വരുന്നതിന് മുമ്പ് അവൻ എവിടെയായിരുന്നു? അവൻ അവരുടെ കിരീടം ചൂടാത്ത രാജാവായിരുന്നു അബൂലഹബ്. ഒന്നാലോചിച്ച് നോക്കിക്കേ. ഈ ശാപം എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അത്യാദി ഗതികേടിൽ നിന്ന് സലാമത്താക്കുമാറാകട്ടെ. അത് കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം, എളുപ്പമാർഗം, വേഗത്തിലുള്ള മാർഗം ഉമ്മമാരെ കരയിപ്പിക്കല. ഉമ്മമാരെ കരയിപ്പിക്കല. ഉമ്മയുടെ വില ചെറുതല്ല. ആയിസറാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കണോ? ഇനി ഈ ഭൂമിയിൽ അധികകാലം എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി, ഇനി ജീവിക്കണ്ട, ജീവിതമൊക്കെ മടുത്തു, കാട്ടുപൂശ്ശേരി പള്ളിക്കാട്ടിൽ എനിക്ക് പോണം, ഇതാണ് പെട്ടെന്ന് മരിക്കണമെന്ന് ആഗ്രഹം. ഒരാത്മഹത്യയും ചിന്തിക്കണ്ട, ഒരു കൊലക്കയറും ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. ഉമ്മമാരെ പരമാവധി കരയിപ്പിച്ചു കൊടുത്താൽ മതി. വേദനിപ്പിച്ചുള്ള കരച്ചിൽ അല്ല, സന്തോഷിപ്പിച്ചുള്ള കരച്ചിൽ ഇട്ട് കൊടുത്താൽ നിനക്ക് അള്ളാഹു ആയുസ് നീട്ടി തരും. പരമാവധി അവരെ വേദനിപ്പിച്ചുകൊണ്ട് ആയുസറാതെ തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അബൂ റബീന്റെ വാക്കൊന്നുമില്ല. കള്ളം പറയാത്ത നാവിന്റെ ഉടമ ആയിരങ്ങളെ സാക്ഷി നിർത്തി നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ പറയുന്ന ഗൗരവതരമായ വാക്കുകളൊന്ന് ചിന്തിക്ക്. അമാ അലിം, നിങ്ങൾ അറിയുന്നില്ലേ കൂട്ടരെ, അന്നൽ ഗീബത വന്നമീമത മിൻ അക്ബരിൽ ഔസാർ. പരദൂഷണം പറയുന്നവരെ, അയൽക്കാരെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയും കൂട്ടിയടിക്കുന്ന ഏശനി പറയുന്നവരെ, നിങ്ങളെ മുമ്പിൽ ഇതൊരു ചെറിയ പണിയാ. എല്ലാരും പറയണു, ഞാനും പറയുന്നു, അത്തരത്തിൽ നിങ്ങൾ ചെറുതായി കാണും. അതുകൊണ്ടാണ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ പോലും ചെവി കടിച്ചുകൊണ്ട്, അറിഞ്ഞില്ലേ ഇന്നലെ ആ വീട്ടിൽ അത് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാരന്റെ ന്യൂനത പോലും വിളിച്ചു പറയുന്നത്. അതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ നിസ്കാരം കഴിഞ്ഞ് കടകളിലും കമ്പോളങ്ങളിലും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഞാനും നിങ്ങൾ കേട്ടും പങ്കെടുത്തും ഇരിക്കുന്ന ഒരു സങ്കോചവുമില്ലാതെ ധൈര്യത്തോടെ പറയുന്നത് മറ്റുള്ളവരുടെ പരദൂഷണമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അതൊക്കെ ചെറുതാ. ഈ മഹാലോകത്തോട് പറയേ, മിൻ അക്ബരിൽ ഔസാർ, മഹാപാതകമാണ് നിങ്ങൾ ആ ചെയ്യുന്നതെന്ന സത്യം നിങ്ങൾ അറിയുന്നില്ല. കൂട്ടിയടിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ ഏഷണി, അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്ന വാക്കുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹാ അപരാധമാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന്റെ മുന്നോടിയായുള്ള പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പകുതിയിലേക്ക് അടുക്കുമ്പോ അതെല്ലാം നമ്മൾ ഒഴിവാക്കുക. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. അമാ അലിം, നിങ്ങൾ അറിയുന്നില്ലേ, അന്ന ശുർബൽ ഖംരി യുഗ്ലിബുൽ ജബ്ബാർ, കള്ളു കുടിക്കുന്നവരെ, ആ പ്രസംഗത്തിന്റെ ഭാഗം, കള്ളു കുടിക്കുന്നവരെ നിങ്ങൾ അറിയുന്നില്ലേ, യുഗ്ലിബുൽ ജബ്ബാർ, ആ കള്ളിന്റെ ചഷകങ്ങളെ നിങ്ങളുടെ മുഖത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരിറക്ക് നിങ്ങൾ ഇറക്കി കഴിയുമ്പോ അള്ളാഹുവിന്റെ അർശ് പോലും കിടുങ്ങി തെറിക്കുന്ന തരത്തിൽ അള്ളാഹു കോപം കൊണ്ട് ജ്വലിക്കേ. അത്ര കോപമാ റബ്ബിന്. എന്റെ പൊന്ന സഹോദര, ഇരലിന്റെ മറ പിടിച്ചുകൊണ്ട് രഹസ്യമായി വീട്ടിന്റെ ഉള്ളറയിൽ നീ ഒറ്റക്കിരുന്ന് കള്ളു കുടിക്കുമ്പോ ആരും കാണൂല, ബന്ധുക്കൾ അറിയൂല, നാട്ടുകാരറിയൂല. പക്ഷേ നീ ഇരിക്കുന്ന വീടടക്കം തകർത്തെറിയാ മാത്രം യജമാനനായ റബ്ബ് ദേഷ്യം കൊണ്ട് വിറക്കേ നിന്റെ ആക്രമത്തിന്റെ പേരിൽ. ഇതൊന്നും എന്റെ വാക്കല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അറിയുന്നില്ലേ കൂട്ടരെ, പരസ്പരം വിശ്വസിച്ച് ജീവിക്കുന്ന ഇണകളെ വഞ്ചിക്കുന്നവരെ, അതല്ലെങ്കിൽ പടച്ച റബ്ബിനെ വഞ്ചിക്കുന്ന വ്യഭിചരിക്കുന്നവരെ നിങ്ങൾ അറിയുന്നില്ലേ, ഒരിക്കലും ആ വ്യഭിചാരത്തിന്റെ ശമ്പളമായി നിങ്ങൾക്ക് തിരിച്ച് കയറാൻ കഴിയാത്ത ദാരിദ്ര്യത്തിന്റെ കടക്കെണിയുടെ ആഴങ്ങളിലേക്ക് അല്ലാഹു തആല നിങ്ങളെ താഴ്ത്തിക്കളയും ഭൂമിയിൽ വെച്ചെന്ന സത്യം നിങ്ങൾ അറിയുന്നില്ലേ? ആ വിശാലമായ പ്രസംഗത്തിന്റെ അവസാനത്തെ വാക്ക് അമാ അലിം,
നിങ്ങൾ അറിയുന്നില്ലേ അന്ന ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കുന്ന മക്കളെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, അതിന് എന്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും അള്ളാഹുടെ മുമ്പിൽ അതിന് ന്യായീകരണം ഇല്ല. കാരണം ഉമ്മയുടെ സ്ഥാനാത അത് മക്കളെ ഔദാര്യായിട്ട് കൊടുക്കണമെന്ന് ഇതിന് പറഞ്ഞല്ല. ഉമ്മ അങ്ങനെ നമുക്ക് വേണ്ടി അത്രയായിരുന്നു നമ്മുടെ ഉമ്മ. അതിന്റെ 1/3 ആവുന്നുള്ള നമ്മളെ ബാപ്പ. ആ ബാപ്പയും നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഭാര്യയിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഒരുപാട് അകലയാ, ഒരുപാട് മേലെയാ. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളെ കരയിക്കുന്ന മക്കളെ നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ നന്ദികേടിന്റെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് സ്നേഹം മുഴുവനും മാമോനോട്, അങ്ങനെയൊന്നും ഉമ്മമാരത് പറയാനുള്ളത് അങ്ങനെ കൂടുതൽ പ്രിയപ്പെട്ട. പക്ഷെ അവർക്ക് അവരെ മക്കൾ എന്നുള്ള തരത്തിൽ എല്ലാവരും ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ശൈലിയുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാരെ അങ്ങനെ പോട്ടെ, എന്റെ ഉമ്മയാണ് എന്റെ ബാപ്പയാണ് നമ്മളങ്ങ് ചിന്തിച്ചാ പോരെ. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ ബാപ്പമാരെ കരയിക്കുന്ന മക്കളെ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളെ ഉമ്മമാരുടെ കണ്ണിൽ നിന്ന് നിർഗളിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും പകരം അള്ളാഹു നിങ്ങളെ ആയുസിന്റെ നേരേഖയിൽ നിന്ന് മുറിച്ചുകൊണ്ടിരിക്കെ ആയുസ്സറാതെ ഒടുങ്ങിപ്പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടടക്കം, ഒരു പ്രവാചകനായിട്ടല്ല ഒരു സഹോദരനായി നിന്നുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി പറയേ, ഈ വിഷയത്തിന്റെ ഗൗരവം അറിയുന്നത് കൊണ്ട് ഒരിക്കലും എന്റെ സഹോദരിമാർ അങ്ങനെ അല്ല, എന്നാലും മാനുഷികമായി അങ്ങനെ ആയി പോകുന്ന സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് നേരത്തെ കാലേ കുട്ടി പറയാണ്, ഒരിക്കലും നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മമാരിൽ നിന്ന് അവരുടെ പ്രായത്തിൽ അപക്വമായോ അവരുടെ ഈ പ്രായം കൂടിയ സമയത്തുള്ള വിവരമില്ലായ്മയോ മറ്റെന്തെങ്കിലും വിവരം കെട്ട വാക്കുകളോ നന്ദി കെട്ട പ്രയോഗങ്ങളോ ഒക്കെ കേട്ട് മനസ്സ് വേദനിക്കുന്ന പല സാഹചര്യങ്ങളും മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കണം. അതല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചു കളയണം. അതിനപ്പുറം ആ ദുഃഖം നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെ നിങ്ങൾ അറിയിക്കരുത്. എന്തിനു വേണ്ടി എന്നറിയോ? നിങ്ങൾ വിധവകളാകാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ മക്കൾ യതീമക്കളാകാതിരിക്കാൻ വേണ്ടി. ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ വേദന അത് വിധവയാകുന്ന വേദനയാണ് എന്റെ പൊന്നുമോളെ. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒരു വേദനയല്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് താങ്ങാൻ കഴിയാത്ത ഒറ്റപ്പെടലിന്റെ വിധവയാകുക എന്ന അവസ്ഥ വരാതിരിക്കണമോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് അനുഭവിക്കുന്ന ഒരൊറ്റ വേദനകളും മാനസിക പ്രയാസങ്ങളും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നീ പറയരുത്. അയാൾ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ നീ കരഞ്ഞുകൊണ്ട് വിഷയം പറയും. അയാൾ ചിലപ്പോൾ 10:30 മണിക്ക് ബിസിനസ് ഒക്കെ കഴിഞ്ഞിട്ട് കടയടച്ചിട്ട് നിന്റെ വീട്ടിലെത്തുമ്പോൾ, പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നീ വിഷയം പറയും. വിഷയം പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ നിന്നോടുള്ള സ്നേഹം തോന്നിയിട്ട് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഈ രീതിയിൽ എന്റെ ഉമ്മ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ് കലിയും പോയിട്ട് അങ്ങോട്ട് ചെയ്തിട്ട്, അതേ ഉമ്മ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കടിക്കും ഈ പ്രിയപ്പെട്ട മകൻ ആ ഉമ്മയുടെ നേരെ. പക്ഷെ അവിടെ ഉമ്മയും മകനുമാണ്, അവിടെ ഉമ്മയും മകനുമാണ്. ഈ മകനായതുകൊണ്ട് ഇതെല്ലാം ഈ ഉമ്മ കേട്ടേക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് നിന്റെ മുമ്പിലേക്ക് നിന്റെ മകൻ, നിന്റെ ഭർത്താവ് കയറി വരുമ്പോ ആ കഥകടച്ചുകൊണ്ട് വെളുക്കുന്നത് വരെ അവന്റെ ഉമ്മ ചിലപ്പോ അതിന്റെ പേരിൽ തേങ്ങും. എന്റെ മോനാണ് എന്നെ വേദനിപ്പിച്ചത്, വേറെ ഏത് വേദന അവർ സഹിക്കും, പക്ഷെ സ്വന്തം മോൻ വേദനിപ്പിച്ച സഹിക്കൂല. വെളുക്കുന്നത് വരെ കരയും. ഈ കരച്ചിൽ ഒരു പക്ഷേ വെളുക്കുന്നതിന് മുമ്പ് നിന്നെ വിധവയാക്കാനുള്ള വിലയാകും എന്റെ പൊന്നുമോളെ. നിന്റെ 18-കാരി പൊന്നുമോളെ കല്യാണം നടത്തി കൊടുക്കാൻ അവളെ ബാപ്പയാകുന്ന നിന്റെ ഭർത്താവ് വേണമെന്ന നിന്റെ മോഹല്ലേ, ആ മോഹം കരിഞ്ഞു പോകും ഒരു തുള്ളി കണ്ണുനീരിന്റെ പേരിൽ. അതാണ് ഉമ്മ. ആ കണ്ണുനീരിലൂടെ ഒരൊറ്റ മക്കളും തണ്ടല് നിവർത്തി നിന്നിട്ടില്ല, ഒരായുസും അപരാജിതമായി ഉയർന്നിട്ടില്ല. അത് ഉയരണമെന്ന് എന്റെ പൊന്നു പെങ്ങള് കൊതിക്കുന്നുവെങ്കിൽ, ഒരുപാട് കാലം നിന്റെ ഭർത്താവിനെ നിനക്ക് കിട്ടണമെന്ന് മോഹമുണ്ടെങ്കിൽ അരുത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പറയാനുള്ളത്, അമ്മായിയമ്മ മരുമക്കളെ പോരിങ്ങനെ ഇല്ല, ഒരുപാട് വീടുകളിൽ ഇങ്ങനെ കേട്ട് വരെ കാട്ടുപൂശ്ശേരിയിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഷികമാണ്, ഏതെങ്കിലും തരത്തിലൊക്കെ പൊട്ടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പറയാനുള്ളത്, ഈ മരുമക്കള് എന്ന് കേൾക്കുമ്പോൾ അത് അന്യതാണെന്ന് കരുതരുത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം മകളെ സ്ഥാനത്ത് കാണുന്ന മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ. അതുകൊണ്ട് അവരിൽ നിന്ന് ചിലപ്പോൾ വല്ല അപക്വമായ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നാലും അത് കണ്ടില്ലെന്ന് നടിച്ച് സൗഹാർദ്ദത്തോടെ പോവുക. അള്ളാഹു നമ്മുടെ കുടുംബത്തിന് ഐക്യം നൽകുമാറാകട്ടെ. ഇവിടെയാണ് ഉമ്മാടെ വില, ഇവിടെയാണ് ഉമ്മാടെ കണ്ണുനീരിന്റെ വില. നമുക്കറിയില്ല, നമ്മളെ ഉമ്മാനെ അള്ളാഹു വരദാനമായി നമുക്ക് തന്നപ്പോ ഈ ഉമ്മയുടെ വില നമ്മൾ അറിയാറില്ല, അല്ലെ? അതുകൊണ്ട് നമ്മൾ തോന്നിവാസം പറയും. ഞാനും നമ്മളൊക്കെ ഈ കുടുംബത്തിൽ നമ്മളെ മക്കളാണല്ലോ, അപ്പൊ വീട്ടിലെത്തുമ്പോ നമ്മൾ വലിയ ഉസ്താദും ഒന്നും അല്ല, ആരുമല്ല. അത് ഷാജുർ ഉസ്താദ് ആണെങ്കിലും ഞാനാണെങ്കിലും ആരും വീട്ടിലെത്തുമ്പോ നമ്മുടെ ഉമ്മാടെ മുമ്പിലെത്തുമ്പോ നമ്മള് കുസൃതി മക്കളാ. അങ്ങനെ തന്നെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ചിലപ്പോ പിണക്കം വരും. ഈ പിണക്കം വന്നിട്ട് നമ്മൾ മാറി നിന്നാൽ പോലും 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ പിണങ്ങി ഊതി വീർപ്പിച്ച മോന്തയും വെച്ച് നമ്മൾ മാറിയിരുന്നാലും ഈ ഉമ്മ നമ്മൾ ഓരത്ത് വരും. എന്താടാ ഭക്ഷണം കഴിച്ചില്ലേ, അല്ലെ മോനെ വാ കഴിക്കല്ലേ എന്നൊക്കെ ചോദിച്ചൊന്ന് ദേഷ്യപ്പെട്ട് വരും. നേരെ മറിച്ച് നമ്മളെ വാപ്പ വരുമോ?
അതങ്ങനെ നീണ്ടു. നമ്മൾ പോയി കാല് പിടിക്കണം. നമ്മളെ ഭാര്യ വരും, ഒരാഴ്ച കഴിയണം. നമ്മളെ മക്കൾ വിളിക്കണം, പാടാ എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടിരുത്തണം. പക്ഷെ ഉമ്മ അങ്ങനെയല്ല. ഉമ്മ ഓടി വരും, ഉമ്മ ഓടി വന്ന് തട്ടും. അത് അബൂറബീന്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാരെയും വീട്ടിൽ ഉമ്മ എന്ന വിളക്കെന്റെ പ്രിയപ്പെട്ടവരെ, അതിന് പകരം വെക്കാൻ ഒരു വിളക്ക് വേറെ ഇല്ല. അത് ഉമ്മ തന്നെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദര. വരദാനമായി അള്ള തന്നപ്പോ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 തോന്നുന്നു, ലോകം ശ്രദ്ധിച്ച ഈജിപ്തിലെ ഒരു വലിയ കോളേജിൽ വെച്ച് നടന്ന ഒരു പ്രബന്ധ മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ 2000 എല്ലാ വർഷവും നടക്കും. ഇപ്പൊ ഈ ശഅബാൻ മാസത്തിലാണ് നടക്കുക. എല്ലാ വർഷവും നടക്കും. ആ രാജ്യമൊക്കെ ഏകദേശം ശ്രദ്ധിക്കുന്ന ഒരു പ്രബന്ധ മത്സരമാണ്, അല്ലാതെ ലോകം ശ്രദ്ധിക്കാറില്ല. പക്ഷെ 2016 ഈ പ്രബന്ധ മത്സരം ലോകം ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിക്കാനുള്ള കാരണമെന്നറിയോ? അന്ന് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്, എനിക്ക് 12-13 വയസ്സുള്ള പ്രായമുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രബന്ധ മത്സരമാണ്. ആ പ്രബന്ധ മത്സരം ലോകം ശ്രദ്ധിക്കുന്ന, രാജ്യം ശ്രദ്ധിക്കുന്ന പ്രബന്ധ മത്സരം അത്ര വ്യവസ്ഥാപിതമായിട്ടാണ് നടത്താറുള്ളത്. അതിന് തീരുമാനിച്ചു, ഓരോ ഡെസ്കിലും ബെഞ്ചിലും ഓരോ കുട്ടികളെ മാത്രം, അത്രയേറെ ബുദ്ധിയുള്ള കുട്ടികളെ മാത്രം കൊണ്ടുവന്നിരുത്തി. ആ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ പരീക്ഷയുടെ തൊട്ട് മുമ്പ്, പ്രബന്ധ മത്സരത്തിന്റെ തൊട്ട് മുമ്പ്, പരീക്ഷയാണല്ലോ, തൊട്ട് മുമ്പ് അധ്യാപകർ വന്നു. അതിന്റെ മെയിൻ അധ്യാപകൻ അവർക്ക് അതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 1.5 മണിക്കൂർ സമയമുണ്ട്. ഈ 1.5 മണിക്കൂർ സമയത്തിൽ നിന്നിട്ട് 1 സെക്കൻഡ് കൂടി പോയാൽ പിന്നെ ആ പേപ്പർ ഞങ്ങൾ റിമാർക്ക് ചെയ്യും. ഇനി എത്ര കണ്ടന്റ് അതിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും, ആശയം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ നോക്കൂല, അതിനെ തടയും. അതുകൊണ്ട് ആ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എഴുതി തീർത്തേക്കണം. പിന്നെ 2, 1.5 പേജിൽ കുറയാൻ പാടില്ല. ഞങ്ങൾ തരുന്ന വിഷയം 1.5 പേജിൽ കുറയാൻ പാടില്ല. കൂടുതൽ നിങ്ങൾ ഇത്രയും കൂടുതൽ എഴുതിക്കോ, പക്ഷെ കുറയാൻ പാടില്ല. അത് 1.5 പേജ് കറക്റ്റ് എഴുതിയിരിക്കന്നെ വേണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ആ 1.5 പേജ് കുറഞ്ഞാൽ ഞങ്ങൾ അത് റിമാർക്ക് ചെയ്യും. പിന്നെ അത് ഞങ്ങൾ സ്വീകരിക്കൂല, നോക്കൂല. പിന്നെയല്ലേ അതിന്റെ ആശയം. ഇതൊക്കെ പറഞ്ഞു. പേപ്പറുകൾ വിതരണം നടത്തി. അവസാനം കറക്റ്റ് എഴുതാൻ വേണ്ടി കുട്ടികളൊക്കെ നെഞ്ചിടിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. കാരണം അങ്ങനത്തെ ഒരു മത്സരമാണല്ലോ. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴത്തേക്ക് അധ്യാപകൻ വന്നു, വിഷയം കൊടുത്തു. വിഷയം എന്താണെന്നറിയോ? ഉമ്മ എന്നാ വിഷയം. ഈ ഉമ്മാനെ കുറിച്ച് കുട്ടികൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഉമ്മാനെ കുറിച്ച് എഴുതാൻ അറിയേണ്ട ആർക്കും എഴുതാം, എത്ര എഴുതാം. ഇതിങ്ങനെ കൈ കിട്ടിയ പാടെ 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പേപ്പറുകൾ ഇങ്ങനെ അട്ടിയായി മാറി. കുട്ടികൾ ഇങ്ങനെ എഴുതി നിറക്കിയ മാതാവിനെ സംബന്ധിച്ച്. ഈ അധ്യാപകൻ ഇങ്ങനെ എല്ലാരെയും നോക്കി. ഈജിപ്തിലാണ്. എല്ലാരെയും ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികളെല്ലാം ആവേശത്തോടെ എഴുതി. പക്ഷെ ഒരൊറ്റ കുട്ടി, അവനിങ്ങനെ ഡെസ്കിലേക്ക് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് അവന്റെ നെറ്റി ആ ഡെസ്കിൽ ഇങ്ങനെ മുഖം പൂഴ്ത്തിയിട്ട് നെറ്റി ഇങ്ങനെ ഡെസ്കിലേക്ക് അമർത്തി ഈ കയ്യിന്റെ മേലെ വെച്ച് ഇങ്ങനെ കിടക്കേ. എന്താ ഈ കുട്ടിക്ക് പറ്റിയെന്നറിയാൻ വേണ്ടിയിട്ട് ഈ അധ്യാപകൻ നേരെ അടുത്തേക്ക് ചെന്നിട്ട് ഇവനെ തട്ടി വിളിച്ചു. ഇവ എഴുന്നേക്കല്ല. ഇവൻ എഴുന്നേക്കല്ല. കുറെ നേരം തട്ടിയിട്ട് ഇവൻ വലിച്ചു പൊക്കി. ഇവൻ ഇങ്ങനെ വലിച്ചു പൊക്കുമ്പോ പൊട്ടി കരയേ. ഇവന്റെ കണ്ണുനീരിൽ ആ വെള്ള പേപ്പർ കുതിർന്നു. ഇവൻ എന്തേ കരയാനെന്ന് മനസ്സിലായില്ല. അധ്യാപകൻ പിതാവാണല്ലോ. ചേർത്ത് പിടിച്ചു, അവന്റെ തലോടി. എന്താ മുത്തുമോൻ കരയണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവസാനം ഈ പേപ്പർ കയ്യിലെടുത്തു. ഈ പേപ്പർ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതിലൊരു 1/2 വരി എഴുതിയിട്ടുണ്ട്. ഈ 1/2 വരി എഴുതിയത് ഇവന്റെ ജീവിതമാണ്. മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് എഴുതി. ഈ 1/2 വരിയിൽ ഇവന്റെ ജീവിതം എഴുതി വെച്ചിട്ട് അതിങ്ങനെ ഓർത്ത് പൊട്ടിക്കരയേ ഇവൻ. ഈ എഴുത്തിങ്ങനെ കണ്ടതും അധ്യാപകൻ അങ്ങ് പൊട്ടി കരഞ്ഞു, അവനെ ഓർത്തിട്ട്. അങ്ങനെ ഉടനെ മറ്റധ്യാപകർ കണ്ടു. അവർ ഓടി വന്നു, ഈ പേപ്പർ എടുത്തു, എല്ലാവരും പരിശോധിച്ചു. എല്ലാവർക്കും സങ്കടമായി. അവനെ സമാധാനിപ്പിച്ചു, അവിടെ ഇരുത്തി. അവർ വീണ്ടും വട്ടമേശ സമ്മേളനം കൂടി. അവർ കൂടിയിട്ട് തീരുമാനം ഒന്ന് പുനരാവിഷ്കരിച്ചു, ക്രമീകരിച്ചു. എന്നിട്ട് അവർ തീരുമാനം എടുത്തു, 1.5 പേജിൽ കുറയാതെ എഴുതണമെന്നുള്ള തീരുമാനത്തിന് അവർ പുനർക്രമീകരിച്ചു. ഈ നല്ല ആശയം ഏതാണോ ആ ആശയത്തിന് 1ാം സ്ഥാനം. എന്നിട്ട് അവസാനം ആ മാർക്ക് നോക്കുമ്പോൾ 10ഉം 15ഉം പേപ്പർ അട്ടി ഉമ്മാനെ കുറിച്ച് എഴുതിയ കുട്ടികളുണ്ട്. അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഈ 1/2 വരി മാത്രം എഴുതി ഈ കുട്ടിക്കാ 1ാം സ്ഥാനം കൊടുത്തത്. എന്താ സംഭവം എന്നറിയോ? ഈ കുട്ടി ബാക്കി എല്ലാവരും പൊടിപ്പും തൊങ്ങലും വെച്ച് നിറച്ചെഴുതി. ഇവന്റെ ജീവിതം എഴുതി വെച്ചു. ഇവൻ എന്താ എഴുതിയെന്നറിയോ? ഇന്ന ഉമ്മി മാത്തത്ത്, എന്റെ ഉമ്മ മരിച്ചുപോയി. വമാത്ത മഅഹ കുല്ലു ശൈഇൻ, എൻ്റെ ഉമ്മയോടൊപ്പം, എൻ്റെ ഉമ്മയുടെ കുഴിമാടത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും, എല്ലാ ആനന്ദവും, എല്ലാ ആഹ്ലാദവും, എല്ലാ രസവും, എല്ലാ ചിരിയും എൻ്റെ ഉമ്മയുടെ കുഴിമാടത്തിൽ മണ്ണിട്ട് മൂടി. എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല,
4 സൈഡിൽ നിന്ന് ഒരുപാട് പേരെന്നെ സ്നേഹിക്കാനുണ്ട്, എനിക്ക് വാരിക്കോരി തരാനുണ്ട്. എൻ്റെ ഉമ്മാടെ ബന്ധുക്കളുണ്ട്, ബാപ്പാടെ ബന്ധുക്കളുണ്ട്. പക്ഷേ അവർ തരുന്നതൊന്നും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തരുന്നതിൻ്റെ ഏഴയലത്തെത്തുന്നില്ല. അവരുടെയൊക്കെ നടുമധ്യത്തിലും ഞാൻ ഒറ്റപ്പെട്ടവനായി ജീവിക്കേ. അഥവാ എൻ്റെ ഉമ്മാനെ കുഴിച്ചു മൂടിയതിനു ശേഷം മനസ്സറിഞ്ഞ് ഞാൻ ഇതുവരെ ചിരിച്ചിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല. ആ സന്തോഷവും സുഖവും എല്ലാം എൻ്റെ ഉമ്മാടെ കുഴിമാടത്തിൽ മണ്ണിട്ട് മൂടിക്കളഞ്ഞു എന്ന് എഴുതിയിട്ട് പൊട്ടിക്കരഞ്ഞ മുത്തുപോൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദര. നമ്മൾ ഇന്ന് 70 കഴിഞ്ഞിട്ട് ഉമ്മ പള്ളിക്കാട്ടിൽ എടുക്കാത്തതിന്റെ പേരിൽ 1 മാസം ഞാൻ, 1 മാസം നീ, 1 മാസം മറ്റോൻ, 1 മാസം പെങ്ങള്, 1 മാസം മൂത്ത പെങ്ങള് മാറി മാറി നോക്കട്ടെ എന്ന് തീരുമാനിക്കുമ്പോ ഉമ്മാടെ വില അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉമ്മ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പരമാവധി സ്നേഹിച്ചോ പ്രിയപ്പെട്ടവരെ. അള്ളാഹു വരദാനമായ ഉമ്മമാരെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പരമാവധി അവരെ സ്നേഹിച്ചോ പ്രിയപ്പെട്ടവരെ. 6 വയസ്സിലും 2 വയസ്സിലും 1.5 വയസ്സിലും 6 മാസത്തിലും നമ്മളെ കവിൽത്തടത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് ചുംബിച്ചതുപോലെ അവരെ ആ കുഴിഞ്ഞുപോയ കവിൽത്തടത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് സന്തോഷിപ്പിക്ക സഹോദര. അവരെ കാൽപാദം പോലെ മുത്ത് സഹോദര. വല്ലദീന യസ്ലൂന മാ أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. قرآن بين الله عز وجل. ഉമ്മയുടെ വില എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സംഭവം വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഉമ്മാനക്ക് ജീവനോടെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പരമാവധി അവരെ സന്തോഷിപ്പിച്ചോ. അവരുള്ള വീട് ബറക്കത്താ, അവരുള്ള വീട് വെളിച്ചമാ. അവരുണ്ടായാൽ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീട്ടിൽ രാപ്പകലുകളുടെ വൈജാത്യമില്ലാതെ ഇറങ്ങും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരമാവധി അവർക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയൊരു സംഭവം പറയുന്നുണ്ട്. ഞങ്ങളൊരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തു. കേവലം ഒരു ചെറിയ സൈന്യമല്ല, ഞങ്ങൾ 1000-ഓളം സൈനികരുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു വിഭാഗമല്ല, 1000-ഓളം സൈനികരുള്ള വലിയ വിശാലമായ ഒരു സൈന്യം. ഈ സർവായുധ വിഭൂഷിതമായ ഞങ്ങള് നേരെ രണാങ്കണത്തിലേക്ക് പാഞ്ഞെടുക്കുക. പക്ഷെ പാഞ്ഞെടുക്കുമ്പോ തന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ജയിക്കുമെന്ന്. കാരണം വഫീനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ മുത്തുനബി ഞങ്ങളോടൊപ്പമുണ്ട്. അഹ്യാ റബീഅൽ ഖൽബി സഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി മാലി സിവാഹു ബിലദൈക വസീലത്തൂൻ فمن علي بفضل جودك سعدي നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മുത്തുനബി ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു ആ യുദ്ധത്തിൽ ഞങ്ങൾ സുനിശ്ചിതമായ വിജയം കൈവരിക്കുമെന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണാങ്കണങ്ങളുടെ ഈറ്റപ്പുലികളായിരുന്നു ഞങ്ങൾ. ആ രണാങ്കണത്തിലേക്ക് എതിർവിഭാഗമായി ആർത്തട്ടഹസിച്ചുകൊണ്ട് ഞങ്ങളിലെതിരെ വന്ന രക്തരക്ഷസുകളായ ഇരുട്ടിന്റെ കാബാലികന്മാരെ കുടിച്ചു മൂടിക്കളഞ്ഞു രണാങ്കണത്തിന്റെ പോർവിളികൾക്കിടയിൽ വെച്ച്. എന്നിട്ട് ഇസ്ലാമിക സംസ്ഥാപിത ലക്ഷ്യത്തിന് വേണ്ടി വിജയത്തിന്റെ, ആനന്ദത്തിന്റെ, സമാധാനത്തിന്റെ ഇസ്ലാമികമായ വെന്നിക്കൊടി അന്തരീക്ഷം മുട്ട ഉയർത്തി പറപ്പിച്ചു. ഞങ്ങളായിരുന്നു ഞങ്ങളെ യുദ്ധം. കാരണം ഞങ്ങളെ കൂട്ടത്തിലാരാ? വഫീനാ റസൂലുള്ളാഹി. യുദ്ധം കഴിഞ്ഞു, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് ഞങ്ങൾ ചരിത്രം ആയുധം കൊണ്ട് വരച്ച വീരഗാഥകളെ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയേ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ആ വീശലായിരുന്നു, ആ കളരി അഭ്യാസമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരെ. ഞങ്ങളെ മുമ്പിലുണ്ട് മുത്തുനബി. ആ മുത്തുനബിയുടെ ഓരത്തുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറെ ദൂരം വന്നപ്പോ അല്ലാഹുവിന്റെ മുത്തുനബി അവിടെ നിന്നു. എന്ത് നിൽക്കാനുള്ള കാരണമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ മുത്തുനബിയെ തന്നെ നോക്കി, എന്തേ സംഭവം? വഹി ഇറങ്ങുന്നുണ്ടോ? ഉണ്ട്.
ഉണ്ടാവാം, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ വഹയിറങ്ങുക ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു മുത്തുനബിയെ തന്നെ നോക്കി. ഒരു ഇച്ചിരി നേരം അവിടെ നിന്നു. അവിടെ നിന്നിട്ട് നിന്നേടത്ത് നിന്ന് നബി തങ്ങൾ തിരിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയേ. അപ്പൊ ഞങ്ങൾ നോക്കി. തിരിഞ്ഞുമ്പോ ഞങ്ങളെ വഴിയാണ്. ആ വഴിയുടെ അരികിൽ നിന്ന് നബി തങ്ങൾ തിരിഞ്ഞിട്ട് വഴിയുടെ അരികിലേക്ക് നടന്നു. വഴിയുടെ മധ്യത്ത് നിന്നിട്ട് വഴിയുടെ അരികിലേക്ക് നടന്നു. അപ്പൊ ഞങ്ങൾ കൂടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ വഴിയരികിൽ ഒരു കുഴിമാടം കാണേ, ഒരു കബറ് കാണേ. ഞങ്ങൾക്കറിയില്ല ആ കബർ ആരുടെ കബറാണെന്ന്. ആ ഖബർ ഏത് ഖബറാണെന്ന് ഞങ്ങൾക്ക് ഇന്നുവരെ അറിയില്ല, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. പക്ഷെ നബി തങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് ആ കുടിമാടത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നപ്പോ ഞങ്ങൾ നബിയോടൊപ്പം ചെന്ന് നിന്നു. ഞങ്ങൾക്ക് അത്രേ അറിയൂ. പക്ഷേ കുറെ നേരം ആ ഖബറിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുത്തുനബി നിന്നു. ഞാൻ എന്റെ ഇമജിമ്മാത്ത കണ്ടുപിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ നോക്കാൻ തുടങ്ങി. അല്ലാ ഒരിച്ചിരി നേരം കഴിഞ്ഞപ്പോ ഫബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുകാഅൻ ശദീദാ. ആ ഖബറിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ മുത്തുനബി കരയാൻ തുടങ്ങി. ലോകത്തിന്റെ മഹിത നേതാവ് തേങ്ങാൻ തുടങ്ങി. ഞങ്ങളൊക്കെ വിഷമിച്ചു പോയി. പക്ഷേ വിഷമിച്ച് മാത്രം നിൽക്കേണ്ട കരച്ചിലല്ല. ആ കുടിമാടത്തിന്റെ മുമ്പിൽ ആ കരച്ചിലങ്ങനെ ദൈർഘ്യമായി മാറാൻ തുടങ്ങി. നബി തങ്ങൾക്ക് ആ തേങ്ങലുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ, ലോകത്തിന്റെ നേതാവിന് ആ കണ്ണുനീരുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അതിനു മാത്രം അവിടുന്ന് തേങ്ങുന്നു. അവിടത്തെ കരച്ചില് കണ്ടുകൊണ്ട് കാരിരുമ്പിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയേ, എന്റെ മനസ്സും പൊടിഞ്ഞുപോയി. മുത്ത് നേതാവിന്റെ കരച്ചില് കണ്ട് ഞാനും കരഞ്ഞു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 1000-ഓളം സൈനികരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കരഞ്ഞു. കാരണം അതായിരുന്നു ലോകത്തിന്റെ നേതാവിന്റെ കരച്ചിൽ. ഈ ഉമർ നബി തങ്ങളുടെ കരച്ചിൽ അതിന് മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുടിമാടത്തിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതുപോലെ ഒരു കരച്ചിൽ അതിന് മുമ്പേ ഉമർ കണ്ടിട്ടില്ല. അതിനുശേഷവും എന്റെ മുത്ത് നേതാവിന്റെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഖബറിന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞതുപോലെ ഒരു കരച്ചിൽ അതിന്റെ ശേഷവും ഞാൻ കണ്ടിട്ടില്ല. അതിന് മാത്രം നബിത്തങ്ങൾ തേങ്ങുന്നു, നബിത്തങ്ങൾ കരയുന്നു. കുറെ നേരം കഴിഞ്ഞു. അവിടുന്ന് കണ്ണുനീരൊക്കെ തുടച്ചു. ഞങ്ങൾക്കറിയൂല ഖബറാണെന്ന്. ആ കുടിമാടത്തിലുള്ളവരും മുത്ത് നേതാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കറിയൂല. അല്ലാഹുവിന്റെ മുത്തുനബി കണ്ണുനീര് തുടച്ചു, തേങ്ങലുകളൊക്കെ നിയന്ത്രിച്ചു. അവിടുന്ന് എന്റെ നേരെ മുഖം തിരിക്കുന്നു. അല്ലാ, ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. അതിനു മാത്രം കരഞ്ഞിട്ട് കൺപോളകളൊക്കെ നീര് കെട്ടിയിരിക്കുന്നു, കവിളൊക്കെ തുടുത്തിരിക്കുന്നു, മുഖമാകെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഇതെന്തൊരു കരച്ചിലാണ്, ഇതെന്തൊരു വേദനയാണ്. മുത്തുനേതാവേ, ഈ ഉമറിന് താകുന്നില്ല നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സങ്കടം വന്നു. ഉടനെ മുത്ത് റസൂലുള്ള ഉമറിനോട് സങ്കടത്തോടെ ചോദിച്ചു, യാ ഉമറൂ മാ യുബ്കീക്. ഉമറേ, നിങ്ങൾ എന്തിനാ കരയുന്നു? നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയേ, ഞാൻ എന്റെ മുത്ത് നബിയോട് പറഞ്ഞു, ലിബുകായിക യാ റസൂലല്ലാഹ്,
അങ്ങയുടെ കരച്ചിൽ കണ്ടിട്ടേ ഉമറിന് താങ്ങാൻ പറ്റിയില്ല, ഈ ഉമറിന് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഉമർ കരഞ്ഞത് നബിയേ. ഉടനെ മുത്ത് റസൂലുള്ള എന്നോട് ചോദിച്ചു, ഉമറേ, ഈ കുടിമാടത്തിൽ കിടക്കുന്നതാരെന്നറിയുമോ? ഈ കുടിമാടത്തിലുള്ളവരും മുഹമ്മദ് നബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയുമോ? ഞാൻ എന്റെ മുത്ത് നബിയോട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അറിയൂല നബിയേ, അവിടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ മുത്ത് നബി ആ ഖബറിലേക്ക് ഇശാറത്ത് ചെയ്യുന്നു. പരിചയപ്പെടുത്തുന്ന നേരത്ത് പോലും സങ്കടം വിങ്ങിപ്പരുന്നു. സങ്കടത്തിൽ ചാലിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, ഹാദാ ഖബറു ഉമ്മീ, ഹാദാ ഖബറു ഉമ്മീ ആമിനത്ത ബിന്തി വഹബ്. ഇതാര വാക്കാണ് സഹോദരാ, ഇതാര വാക്കാണുമ്മാ. ലോകത്തിന്റെ നേതാവ് ഒരു 6 വയസ്സുകാരൻ കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് പറയേ, ഉമറേ, ആദാ ഖബർ ഉമ്മീ. ഇത് മുഹമ്മദ് നബിയുടെ മുത്തായ പൊന്നായ കരളായ ചങ്കായ എന്റെ മുത്തുമാണിക്കമായ എന്റെ അരുമ ഉമ്മാടെ ഖബറാണുമറേ. ഈ മുഹമ്മദ് നബിക്ക് 6 വയസ്സുവരെ മതി വരുവോളം സ്നേഹം തന്ന എന്റെ ആരോമലുമ്മാടെ ഖബറാണുമറേ. ഒരു ബാപ്പ ഇല്ലാത്ത പ്രയാസം പോലും എന്നെ അനുഭവിപ്പിക്കാതെ മതി വരുവോളം വാരിക്കോരി എനിക്ക് സ്നേഹം തന്ന എന്റെ പൊന്നുമ്മാടെ ഖബറാണുമറേ. ഇല്ല ഉമറേ, ഈ ഉമ്മാടെ സ്നേഹം അനുഭവിച്ചിട്ടാ ഈ മുഹമ്മദ് നബിക്ക് കൊതി തീർന്നിട്ടില്ല ഉമറേ. ഈ മുഹമ്മദ് നബിക്ക് മടുത്തിട്ടില്ല ഉമറേ. ഈ മുഹമ്മദ് നബിക്ക് മതി വന്നിട്ടില്ല ഉമറേ. അതിന് മാത്രം വാത്സല്യമായിരുന്നു എന്റെ ഉമ്മ, അതിന് മാത്രം ആർദ്രമായിരുന്നു എന്റെ ഉമ്മ, അതിന് മാത്രം സ്നേഹമസൃണമായിരുന്നു എന്റെ ഉമ്മ. അറേബ്യയുടെ മക്കത്തെ മരം കോച്ചുന്ന തണുപ്പത്ത് പോലും മാതൃത്വത്തിന്റെ ചൂടിലേക്ക് എന്റെ ശരീരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ മുത്തുമോന് തണുപ്പ് വരരുതെന്ന തരത്തിൽ മാതൃത്വത്തിന്റെ ചൂട് തന്നെ ഉറക്കിയ എന്റെ പുന്നാര ഉമ്മയാണുമറേ. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് പോലും എന്റെ അടുത്ത് വന്നുകൊണ്ട് തലോടിക്കൊണ്ട് എന്റെ മുത്തുമോൻ എന്തേ ഒറ്റയ്ക്കിരിക്കുന്നു, ഈ ഉമ്മച്ചയില്ലേ കൂടെ, എന്റെ മുത്തുമോൻ ഒറ്റയ്ക്കിരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സന്തോഷത്തിന്റെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് എന്റെ മനസ്സിന് ധൈര്യം തന്ന എന്റെ പുന്നാര ഉമ്മ ആമിന ബീവി എന്ന ഉമ്മ, ഈ ഉമ്മൈമൻ എന്ന അടിമ പെണ്ണിനോടൊപ്പം 6 വയസ്സുള്ള എന്റെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കെ ദേ ഇവിടെ വെച്ചാണ് എന്റെ ഉമ്മാക്ക് മരണത്തിന്റെ രോഗം ബാധിച്ചത്. എന്റെ ഉമ്മാടെ ശരീരം തളരുന്നു, എന്റെ ഉമ്മാടെ ശരീരം വിയർക്കുന്നു, എന്റെ ഉമ്മാടെ ശരീരം തണുത്തു പോകുന്നു. അതുവരെയും എന്റെ കുഞ്ഞിളം കയ്യിൽ നിന്ന് എന്റെ ഉമ്മ പിടിവിട്ടില്ല. അവസാനം മറിഞ്ഞു വീടുമെന്ന് കണ്ടപ്പോ എന്റെ കയ്യിൽ നിന്നും ഉമ്മാടെ പിടിവിടുന്നു, ഉമ്മ താഴെ വീഴുന്നു. അവിടെ കിടന്നുകൊണ്ട് ഉമ്മൈമനോട് എന്റെ ഉമ്മ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പെണ്ണേ, ബാപ്പയില്ലാത്ത ദുഃഖം പോലും ഞാൻ അറിയിക്കാതെ വളർത്തിയ എന്റെ മുത്തുമോനാണ്. അവന് ബാപ്പയും ഇതേ ഉമ്മയും ഇതേ നഷ്ടപ്പെടുകയാണോ? അതുകൊണ്ട് ഞാൻ കൊടുത്ത അതേ സ്നേഹം ഇനി നീ കൊടുക്കണേ. ഉമ്മയില്ലാത്ത ദുഃഖം എന്റെ മുത്തുമോനെ അറിയിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൈമന്റെ കൈകളിലേക്ക് എന്നെ പിടിച്ചു കൊടുത്തുകൊണ്ട് എന്നെ തനിച്ചാക്കി പോയ എന്റെ ഉമ്മ, എന്നെ ഒറ്റയ്ക്കാക്കി പോയ എന്റെ ഉമ്മ, ആ ഉമ്മാടെ ഖബറാണുമറേ.
ആ ഉമ്മാടെ ഖബറിന്റെ ഓരത്തെത്തിയപ്പോ ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. ഇസ്തഅ്ദൻതു ലിറബ്ബി, എന്റെ ഉമ്മാനെ ഞാനൊന്ന് സിയാറത്ത് ചെയ്തോട്ടെ റബ്ബേ. എന്റെ റബ്ബിനോട് ഞാൻ അനുവാദം ചോദിച്ചപ്പോ ഫാദിനലി റബ്ബി, എന്റെ അള്ള എനിക്ക് അനുവാദം തന്നു. അത് പ്രകാരം എന്റെ ഉമ്മാടെ കുടിമാടത്തിന്റെ മുമ്പിലെത്തിയപ്പോ പഴയ 6 വയസ്സുകാരൻ അനുഭവിച്ച സ്നേഹം മുഴുവനോ എന്റെ മനസ്സിൽ നിന്ന് നിറയാ തുടങ്ങി. അതെന്റെ കണ്ണിലൂടെ റഹ്മത്തായി ചൊരിയാ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്നല്ലാടെ മുത്തുനബി പറഞ്ഞുവെങ്കിൽ ഇവിടെയാണ് എന്റെ കാട്ടുപുതുശ്ശേരിയിലെ സഹോദരാ, ഉമ്മ എന്ന മഹത്വത്തിന്റെ വില. അത് നഷ്ടപ്പെട്ടാലേ അതിന്റെ ഗൗരവം നമ്മൾ അറിയൂ. അതുകൊണ്ട് പരമാവധി സ്നേഹിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേണ്ട വസ്തുവല്ല. ഒരു മാസം റൊട്ടേറ്റ് ചെയ്യേണ്ട വസ്തുവല്ല. അത് കേവലം നന്ദിയില്ലാത്തവളെന്ന് വിളിച്ചു പറയപ്പെടേണ്ട വസ്തുവല്ല. ആ ഉമ്മാടെ കാൽച്ചുവട്ടിലേക്ക് തലചാച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തന്നിരിക്കാനുള്ള കാരണം അവിടെയാണ് ഉമ്മ നമുക്ക് ചെയ്ത ത്യാഗം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഉമ്മാടെ കാൽപാദത്തിന്റെ വില പ്രിയപ്പെട്ടവരെ. ആ കാൽപാദത്തിന്റെ ചുവട്ടിലേക്ക് നമ്മുടെ എത്ര വളർന്നാലും ഉയർന്നാലും നമ്മുടെ ശിരസ് താഴ്ത്തി കൊടുക്കാതെ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടവും നമുക്ക് തുറന്നു കിട്ടൂല. അത് എത്ര വലിയ ആലിമാണെങ്കിലും ശരി, എത്ര വലിയ വീരമൃത്യു വരിച്ചവരാണെങ്കിലും ശരി, എത്ര വലിയ ധർമ്മം ചെയ്തവനെന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ ബോധം നൽകിയവനെന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ സ്ഥാനമുള്ളവനെന്ന് പറഞ്ഞാലും ശരി പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കട്ടെ, ഉമ്മാടെ വിഷയം അവിടെ ചുരുക്കട്ടെ. ഒരിച്ചിരി നേരം ഉള്ള സമയം കൊണ്ട് ബാപ്പയിലേക്ക് കൂടെ കടക്കുകയാ, പറയാതെ നിർവാഹമില്ല. ഉമ്മയെ പോലെ മറ്റൊരു വലിയ ഘടകമാണ് ബാപ്പ പ്രിയപ്പെട്ടവരെ. ആ ബാപ്പയും വീട്ടിന്റെ വിളക്കാണ്, ആ ബാപ്പയും വീട്ടിന്റെ വെളിച്ചമാണ്. ബാപ്പാടെ ഉമ്മാടെ പൊരുത്തത്തിന്റെ രഥത്തിലേറിയിട്ടല്ലാതെ ഒരു വിജയവും ദുനിയാവിലാണെങ്കിലും നാളെ ആഖിറത്തിലാണെങ്കിലും നമ്മൾ കൊതിക്കണ്ട സഹോദരാ, കൊതിക്കണ്ട പെങ്ങളെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരു യുവാവ് കടന്നുവരെ, സ്വഹാബിയ, വലിയൊരു പരാതിയുമായി മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നുവരെ. സ്വഹാബത്ത് മുത്തുനബിയുടെ മുമ്പിലുണ്ട്. എല്ലാവരും യുവാവിനെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ യുവാവ് മുത്തുനബിയുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പരാതി പറയേ. എന്താ പരാതി എന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഇന്നബി അഖദ മാലി